ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തായാലും ഡിന്നറിൻ്റെ സമയത്തൊക്കെ ആയാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് പറാത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്തതായാലും തണുപ്പില്ലാതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇത് 3 ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്കോ, ഒരു ഫോർക്കോ, ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന ആ ഒരു രീതിയിൽ. ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത്രയും മതി. ഈ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ആട്ടപ്പൊടിയെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആട്ടപ്പൊടിയിൽ ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മൈദയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് എത്ര പൊടിയായിട്ട് കട്ട് ചെയ്യാൻ കഴിയുമോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ 3 കളേഴ്സിൽ, യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീനിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്തതന്നേ ഉള്ളൂ. കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ഫ്ലേവറിന് മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിസ്കോ, സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസും ഈ മാവൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആകുന്നവരെ. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും മല്ലിയിലും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് വീട്ടിൽ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം ആദ്യം തന്നെ മിക്സ് ചെയ്ത സമയത്ത് നല്ല ടൈറ്റില്ല നമ്മളെ മാവ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവ് വേണ്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വേണ്ടിക്ക് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, നല്ല ടൈറ്റായിട്ടുള്ള മാവല്ല വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിന് ഈ ഒരു പറാത്തക്ക് ചെറിയൊരു മധുരവും കൂടി ടച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമുക്ക് ഡയറക്റ്റ് ചുട്ടെടുക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ മാവ് ഇതുപോലൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പാനിലേക്ക് ഡയറക്റ്റ് പാർന്നു കൊടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും എന്ത് വെച്ചിട്ടായാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ എഗ് പറാത്ത ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ എപ്പോഴും ഇതുപോലത്തെ കുഴിയുള്ള സൈസ് പാൻ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏതാണ് താല്പര്യം അത് ചെയ്യുക, അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ നെയ്യോ ബട്ടറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് കുറച്ചായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാന് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നല്ല കട്ടിയോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കുഴിയുള്ള പോലത്തെ പാൻ എടുക്കണമെന്ന്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് കിട്ടിക്കോളും. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിഭാഗം നന്നായിട്ട് വെന്ത് വരട്ടെ, മുകൾ ഭാഗം നല്ലതുപോലെ ആറി വരും. ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ തിരിച്ചിട്ടെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ മുകൾ ഭാഗം മുഴുവനായിട്ട് എഗ് പറാത്തയുടെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീയോ ബട്ടറോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എന്തായാലും എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവുള്ളൂ. ഇനി ഈ ഒരു തിരിച്ചിട്ട ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ് പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, മുകൾ ഭാഗമൊക്കെ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, നോക്കിയിട്ട് ഒരുപാട് കട്ടിയാവാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഡിന്നറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിക്കാനായിട്ട് കറികളൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ചൂടോടെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ എഗ് പറാത്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്